ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ. ഇത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരായ മുസ്ലിം ലോകം, അതാണ് നിങ്ങളുടെ ഉമ്മ. അത് ഉമ്മത്തൻ മുസ്ലിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. വ അന റബ്ബുക്കും, നിങ്ങൾ മുഴുവൻ പേരുടെയും രക്ഷിതാവ്, രക്ഷകൻ ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു രക്ഷകനാണ്, ഒരേ ഒരു ഉമ്മത്താണ്. അതുകൊണ്ട് രക്ഷകൻ ഏകനായതുകൊണ്ട് നിങ്ങൾ സർവവും ഈ മനുഷ്യവംശം എന്ന ഈ വലിയ സമൂഹം എനിക്ക് ഇബാദത്ത് ചെയ്യണം. നിങ്ങളുടെ ആവലാദികൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ എല്ലാവരും എന്നോടാണ് പറയേണ്ടത്. വളരെ ലളിതമാണ് ആ വാക്ക്. അതിലേതെങ്കിലും ഒരാളോട് പറഞ്ഞു, കുറേ ആളുകൾ, വേറെ രാജ്യക്കാർ വേറെ ഏതെങ്കിലും ശക്തിയോട് പറയുക എന്നൊന്നുമല്ല. നിങ്ങൾ എന്ന മനുഷ്യവംശം ഒരൊറ്റ ഉമ്മത്താണ്. നിങ്ങളുടെ രക്ഷകൻ ഞാനാകുന്നു. അതുകൊണ്ട് എന്നോട് നിങ്ങൾ എല്ലാ സഹായങ്ങളും ചോദിക്കണം, സങ്കടങ്ങൾ പറയണം, ആവലാദികൾ പറയണം, ആവശ്യങ്ങൾ പറയണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ സാന്ദർഭികമായി മനുഷ്യരുടെ മേൽ ഒരു ചുമതലയുണ്ട്. ആ ചുമതല അവർ നിറവേറ്റുക എന്നതാണ് അവരുടെ ബാധ്യത. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ മേൽ വേറൊരു ചുമതലയാണുള്ളത്. അവൻ്റെ ബാധ്യത നിറവേറ്റും. മനുഷ്യർ അള്ളാഹുവോട് നിറവേറ്റേണ്ട ബാധ്യത അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാകുന്നു. തിരിച്ച് അള്ളാഹു മനുഷ്യവംശത്തോട് ചെയ്തിട്ടുള്ള ബാധ്യത അവരെ നരകാഗ്നി കൊണ്ട് ശിക്ഷിക്കാതിരിക്കുക എന്നതത്രേ. നമ്മൾ നമ്മുടെ മേലുള്ള ചുമതലയും ബാധ്യതയും നമ്മൾ ഹൃദയപൂർവം നിറവേറ്റിയാൽ വലിയ മാരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ബോധ്യപ്പെടുത്തിയത്. വളരെ എളുപ്പമാണ് എങ്കിൽ പോലും മനുഷ്യർ ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെടാറില്ല. നാട്, ഗോത്രം, കുടുംബം, ഭാഷ, വർണ്ണം, ഈ അടിസ്ഥാനത്തിൽ മനുഷ്യരെപ്പോഴും വിഭജിതമായി മാറാറുണ്ട്. അകലം പാലിക്കാൻ ഓരോരുത്തരും സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ 21ാമത്തെ നൂറ്റാണ്ടിൽ നമ്മൾ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിജ്ഞാനം അതിൻ്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അറിവിൻ്റെ ലോകം വളർന്നിട്ട് അതിൻ്റെ വികാസം വിവരിക്കാൻ കഴിയില്ല, അത്രയും വലുതായി. ജീവിത സൗകര്യങ്ങളും മനുഷ്യർ ഈ മഹാപ്രപഞ്ചത്തെ കണ്ടറിയുന്ന അറിവുകളും വളരെ വലുതായി. എന്നിട്ടും കറുത്ത വർഗം എന്നത് 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ ഒരു ഷൂസിട്ട് വെള്ളക്കാരൻ കഴുത്തിന് ചവിട്ടിപ്പിടിച്ച് അതിദൈന്യമായി പിടഞ്ഞു മരിക്കുന്നതിന് നമ്മൾ സാക്ഷികളായി. അങ്ങനെ ഒരാളോ രണ്ടാളൊന്നും അല്ല, 10,000 പേർ. അത് ഞങ്ങൾ ചേർത്ത് മനസ്സിലാക്കിയാലാണ് ഈ പറയുന്നതിൻ്റെ മൂല്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. അപ്പം വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യൻ അകറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ മനുഷ്യനെ ചെറുതായി കാണുകയോ ചെയ്യുന്ന കാഴ്ചപ്പാടും ഭാഷയുടെ പേരിൽ വലിയ വിവേചനം നടക്കുന്നുണ്ട് ലോകമെമ്പാടും. ഇന്ത്യ രാജ്യം ഉൾപ്പെടെ
നമ്മളുടെ നോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്ന എത്ര ഭാഷ രാജ്യത്തുണ്ട് എന്ന്. അതല്ലാത്തതൊന്നും ഔദ്യോഗികമല്ല, അംഗീകരിക്കപ്പെട്ടതുമല്ല. പക്ഷെ ആ ഭാഷകളൊക്കെ നിലവിലുണ്ട്. ഇതിൽ ഒരു ഭാഷയ്ക്കാണ് ഔന്നത്യം. അതാണ് അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തോടെ. അത് വേണ്ടത്ര വിജയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഭാഷാപരമായ വിവേചനമുണ്ട്, വർഗം എന്ന നിലയിൽ വിവേചനമുണ്ട് ഇന്നും. അത് ജാതീയത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനുഷ്യന്റെ കുലം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ നവോത്ഥാനം നടന്ന ഒരു നാട് കേരളമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ ഏറ്റവും അധികം മനുഷ്യരെ സ്വാധീനിക്കുകയും അവരെ ഒപ്പം നിർത്തുകയും വളർത്തുകയും ചെയ്യുന്നതിന് നിർണായക പങ്ക് വഹിച്ച ഒന്ന് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഇപ്പൊ ഇസ്ലാഹി കേരളം അല്ലെങ്കിൽ മുജാഹിദുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്ത ഒരു ജോലി അതാണ്. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സമത്വം അംഗീകരിപ്പിക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും പ്രയാസം മറ്റുള്ളവരുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന, കൂടെ നിർത്താനുള്ള ശ്രമത്തിലൂടെയെല്ലാം മാറ്റിയെടുത്തത് അങ്ങനെയാണ്. അതിൽ പ്രമുഖനായ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗുരുവായിരുന്നു. 932 വൈക്കത്ത് നടന്ന ഒരു സത്യാഗ്രഹം, ഗുരുവായൂർ നടന്ന സത്യാഗ്രഹം 32. അവിടെ എല്ലാ മനുഷ്യർക്കും കയറിയിട്ട് ദൈവമേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവകാശത്തിനാണ് എല്ലാവർക്കും. ഇത് നിങ്ങൾക്കതിൻ്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ മനുഷ്യവംശം തുടങ്ങിയ ദിവസം സ്ഥാപിതമായ ഒരു ദേവാലയമുണ്ട്. അത് മസ്ജിദുൽ ഹറമാണ്. ആദം അലൈഹിസ്സലാം ജീവിക്കാൻ തുടങ്ങിയതെന്നോ അന്ന് സ്ഥാപിതമായത്. അത് ആ നബിയൊന്നും അല്ല പണിതത്, മലക്കുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഥലം നിർണയിച്ചത് അല്ലാഹുവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നീട് അത് പുനരുദ്ധരിച്ചു. പ്രവാചകന് ശേഷം, ഇബ്രാഹിമിന് ശേഷം 6-ലധികം പ്രാവശ്യം പുനരുദ്ധാരണം നടന്നു. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, ആ വിശുദ്ധ ഭവനം, ദേവാലയം, അതിൻ്റെ സ്ഥാനം നിർണയിച്ചത് നാം ആകുന്നു, അവിടെയാണെന്ന്. എന്നിട്ട് ആ ആലയത്തിന് ഒരു പൊതുവ്യവസ്ഥ പറഞ്ഞു കൊടുക്കാൻ. അത് പറഞ്ഞാലാണ് ഈ 20 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ, 20-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതിയിലെത്തിയപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇവിടെ സമം, സ്വദേശിയും വിദേശിയും. ഈ പള്ളിയിലെല്ലാം സമമാണ്. അതിലൊരാൾക്കും മാറ്റമില്ല. ഒന്നാമത്തെ സഫിൽ ഇന്നയാള്, ഇന്ന ഏരിയയിൽ ഇന്നയാളെന്നൊന്നുമില്ല. ഇവിടെ വന്ന് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഇതിനകത്ത് തുല്യാവകാശം. അങ്ങനെ പ്രവേശനം മാത്രമല്ല, സമയം ചിലവഴിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഈ സ്ഥലത്ത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. അവിടെ 32-ൽ സമരം നടന്നു. 50 വർഷം പിന്നിട്ടപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം നടത്തി 82-ൽ. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് മനസ്സിലാകാനാണ് ഈ ഉദാഹരണം പറയുന്നത്. ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് അറിവ് പഠിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രമുഖ ശിഷ്യനുണ്ട്, ആനന്ദതീർത്ഥ സ്വാമികൾ. അദ്ദേഹം അന്ന് അവിടെ എത്തി. 1000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പുകയാണ്, സഫായിട്ടിരുത്തിയിട്ട്, പന്തി എന്നാണത് അന്ന് മലയാളത്തിൽ പറയുക. ഇദ്ദേഹവും ഇലയുടെ മുൻപിലിരുന്നു. പക്ഷേ അന്നും വളരെ കയർത്തും ദേഷ്യപ്പെട്ടും പുലഭ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുപ്പിച്ച് അവിടെ നിന്ന് വലിച്ച് റോഡിൽ കൊണ്ടുവന്നിട്ടു. നിങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല എന്നറിയില്ലേ?
ഈ മുസ്ലിം ഉമ്മ എന്നാണ് പറയുമ്പോൾ വളരെ എളുപ്പം നിങ്ങൾക്ക് തോന്നാം. ഈ മനുഷ്യവംശത്തിലാണ് മാറ്റം വരുത്തിയെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇസ്ലാം വന്ന മാറ്റം അതാണ്. ഇസ്ലാം മാറ്റം വരുത്തിയെന്ന് മാത്രമല്ല, മക്ക ഫത്തഹ് നടക്കുന്നു, മക്ക ജയിച്ചടക്കുകയാണ്. 10,000 സഹാബികളുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് മക്കത്തേക്ക് വന്നത്. 4 വഴിയിലൂടെയാണ് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചത്. കാരണം 4 വശവും ഈ വൻ മലകളാണ്. അപ്പൊ അതിന്റെ താഴ്വാരത്തിലൂടെയാണ് 4 വശത്തും പള്ളിയിലേക്ക് കയറുക. അങ്ങനെ ഒരുമിച്ച് ഒരേ സമയം സഡൻ ഇത്രയും വലിയ ജനാവലി കടന്നപ്പോൾ എന്തെന്നറിയാതെ സ്തംഭിച്ചു പോയി ഖുറൈശി ഗോത്രം. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, അത് ഏറ്റുപറയുന്നത് അലിയാണ്. അന്നത്തെ ഏറ്റവും വലിയ ശബ്ദമുള്ള ആള് അലി റളിയല്ലാഹു അൻഹു ആണ്. അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, മസ്ജിദുൽ ഹറമിൽ അഭയം തേടുന്ന എല്ലാവർക്കും അഭയം ഇന്നേ ദിവസം. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയാലും നാം അഭയം നൽകും. ഉമ്മു ഹാനിയുടെ വീട്ടിൽ അഭയം തേടിയാലും അഭയം നൽകും. എല്ലാവർക്കും സമാധാനായി. മക്ക ഇസ്ലാമിന് വിധേയമായി. അപ്പൊ ഏറ്റുമുട്ടലും രക്തച്ചൊരിച്ചിലൊന്നും ഇവിടെ ഇപ്പൊ വരുന്നില്ല കേട്ടോ, മക്കം ഫത്തഹില്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചു, ജനം അംഗീകരിച്ചു. നിശബ്ദമായി ശാന്തഗംഭീരം ആ ജനാവലി ഒന്നടക്കം നമസ്കാര സമയം. അപ്പൊ ഇതിന്റെ മുൻപിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗോത്രത്തിന്റെ വലിപ്പവും കുടുംബത്തിന്റെ മാഹാത്മ്യത്തിലും അഭിരമിച്ചിരുന്ന ഒരു ജനം ബാക്കി ആരെയും മനുഷ്യരായി കണ്ടിട്ടില്ല. എന്തിന് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഡെക്കാർത്തെ പോലും സ്ത്രീകൾ മനുഷ്യരല്ല എന്ന് പറഞ്ഞ ആളാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു ചിന്തകനാണ് ഇതൊക്കെ. ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് ജനങ്ങളോട് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ ആ വലിയ പുരുഷാരത്തിന്റെ മുൻപിൽ, ജനാവലിയുടെ മുൻപിൽ നമസ്കാര സമയമായപ്പോൾ നബി വിളിച്ചു, ഐന ബിലാൽ, എവിടെയാണ് ബിലാൽ ഇബ്നു റബാഹ്? ബിലാലിന് പ്രത്യേകിച്ച് മേൽവിലാസമില്ല, കറുത്ത നീഗ്രമാണ്. ആ കറുപ്പൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ കാണില്ല. നൈജീരിയയിലൊക്കെ ചെന്നാലേ അതേ ജാതി കറുപ്പ് കാണുള്ളൂ നിങ്ങൾ. അത്ര കറുത്ത നബി പലപ്പോഴും അദ്ദേഹത്തെ ഉപമിച്ചിട്ടുണ്ട്. പിന്നീട് മുസ്ലിമുകളെ പാഠം പഠിപ്പിച്ചപ്പോൾ അവരിലെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോഴൊക്കെ ബിലാലിനെയാണ് ഉപമിച്ചത്. കറുത്ത നീഗ്രവായ ബിലാൽ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചത്. ബിലാലിനെ വിളിച്ചു. പൊക്കം കുറഞ്ഞ, തടിച്ചു കൊഴുത്ത, അദ്ദേഹത്തെ മണലാരണ്യത്തിലിട്ടവരാണ് നിൽക്കുന്നവരൊക്കെ. മലർത്തി കിടത്തും, കല്ലുകൾ കയറ്റി വയ്ക്കും. എന്തൽ വിവരണാതീതമായ മർദ്ദനങ്ങൾ നൽകിയ ആളുകളുടെ മുൻപിൽ, അവരാണ് ഏറ്റവും വലിയ കുടുംബക്കാർ, അവരാണ് ഇതിന്റെ അധിപന്മാർ, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരവരാണ്, ഭരണാധികാരികളും അവരാണ്. അവരുടെ മുൻപിലായി ഇദ്ദേഹത്തെ വിളിച്ചത്. എന്നിട്ട് നബി പറഞ്ഞു, നീ ബാങ്ക് വിളിക്കുക. കഅബയുടെ മുകളിൽ കയറണം. കഅബ കണ്ടിട്ടുള്ളവർക്കറിയാം, അങ്ങനെ എളുപ്പമല്ല, കോണി വയ്ക്കണം കയറുന്നതിൽ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ കുനിഞ്ഞു കൊടുത്തു, നബിയുടെ തോളിൽ ചവിട്ടി, മുകളിൽ പിടിച്ച് നബിയും മറ്റുള്ളവരുടെയും ശ്രമഫലമായി ബിലാൽ കഅബയുടെ മുകളിൽ കയറി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ലോകത്തൊരു വേൾഡ് ക്ലാസിക് ഗ്രന്ഥങ്ങൾ എഴുതുന്നവർക്കാണെങ്കിൽ ഒരു 10 വാള്യം വിവരിക്കാനുണ്ട് നബിയുടെ ഈ ഒരൊറ്റ പ്രവൃത്തി. മനുഷ്യവംശത്തിൽ കറുത്ത വർഗത്തെ എല്ലാവരുടെയും മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അതും അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിൽ ചവിട്ടിയിട്ടാണ്. അല്ലാഹു അക്ബർ, ബിലാൽ ബാങ്ക് വിളിച്ചു. അല്ലാഹു അക്ബർ എന്ന് ബിലാൽ വിളിക്കുന്ന ബാങ്ക് നമ്മളിപ്പോ ഈ മൈക്കും ഈ സംവിധാനവും മിക്സറൊക്കെ വെച്ചിട്ടല്ലേ, അങ്ങനെയൊന്നുമില്ല. 4 പ്രാവശ്യമായിട്ടാ പറയുള്ളൂ, ഒരുമിച്ച് പറയില്ല. അത് ഘനഗാംഭീര്യമാണ് ആ ശബ്ദം. ബിലാൽ റളിയല്ലാഹു അൻഹു നബിയെ ഇതുപോലെ സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട, ഇസ്ലാമിന് വേണ്ടി ജീവിച്ച
ഇസ്ലാം മജ്ജയിലും മാംസത്തിലും ഓരോ രോമകൂപങ്ങളിൽ പൊടിയുന്ന വിയർപ്പിലും ഇസ്ലാമിന്റെ ഗന്ധം പേറിയ വേറൊരു സഹാബികൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രമേ മദീന പള്ളിയുടെ മിമ്പറിന്റെ അരികിൽ ബാങ്ക് വിളിച്ചുള്ളൂ. അതും പൂർത്തീകരിച്ചില്ല. അതിന്റെ ആത്മബന്ധം മനസ്സിലാക്കാനാണ്. അപ്പൊ ഇന്നും കറുത്ത വർഗം തഴയപ്പെടുന്നു. ഈ സംഭവം ഇപ്പൊ ഈ വർത്തമാനകാലം നിങ്ങൾക്കറിയാം. കലകളിൽ പോലും അത്തരം വിവേചനം നിലനിൽക്കുന്നിടത്താണ് ഇസ്ലാം ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞത്. നിങ്ങളൊരൊറ്റ സമൂഹമാണ്, നിങ്ങളെല്ലാവരുടെയും രക്ഷകൻ ഞാനാണ്. അപ്പൊ എല്ലാവർക്കും എന്നെ വിളിക്കാം, വേറൊരാളെ പറഞ്ഞിട്ട് വിളിക്കണ്ട. ഇതിനേക്കാൾ വലിയ സൗകര്യം വേറെ എന്താ ഉള്ളത്? ഒരേജൻസി ഇല്ല, കമ്മീഷൻ വേണ്ട. എല്ലാ മനുഷ്യനും തോന്നുമ്പോഴൊക്കെ അള്ളാഹുവേ പടച്ചവനെ എന്ന് വിളിക്കാം. ഇതൊരു ചെറിയ സ്വാതന്ത്ര്യമൊന്നുമല്ല. ഇതനുഭവിച്ചവർക്ക് ഇതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രുചി അനുഭവിക്കാൻ കഴിയും. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഈമാനിന്റെ രുചി ഒരാള് ആസ്വദിച്ചു കഴിഞ്ഞു, അത് അയാൾ അനുഭവിക്കുകയാണ്, വെറുതെ പറച്ചിലല്ല ഇത്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, രക്ഷകൻ അള്ളാഹുവാണെന്ന് തൃപ്തിപ്പെട്ട ഒരാൾ. രക്ഷകൻ അള്ളാഹുവാണെന്ന് തൃപ്തിപ്പെട്ടാൽ എങ്ങനെയുണ്ടാവും ഒരു മുസ്ലിം? പിന്നെ അവന്റെ നാവ് കൊണ്ട് ആരെങ്കിലും വിളിക്കോ? ബിലാൽ വിളിച്ചോ? പിന്നെ ആരെങ്കിലും? നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചാലും അഹദ് അഹദ് എന്നാ പറഞ്ഞ. നമ്മളിവിടെ പള്ളികളിൽ പോലും വിളിക്കുന്നത് ഷെയ്ഖിനെയാണ്, കുത്തുബിനെയാണ്, മലക്കുകളെയാണ്, നബിമാരെയാണ്, സ്വാലിഹീങ്ങളെയാണ്, ശുഹദാക്കളെയാണ്, ഖബറിലുള്ളവരെയാണ്. ആണോന്ന് ആലോചിച്ചോ നിങ്ങൾ? നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന ശിലയിലാണ് മാറ്റം വന്നത് ഇപ്പോൾ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ദാക്ക തുഅമൽ ഈമാൻ, വിശ്വാസത്തിന്റെ രുചി ഒരാൾ ആസ്വദിച്ചു കഴിഞ്ഞു, അനുഭവമായി ബോധ്യം വന്നു. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവാണ് രക്ഷകൻ എന്ന് തൃപ്തിപ്പെട്ടവൻ. തൃപ്തിപ്പെടുന്നതിന് ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്. ഈസ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണത്. അദ്ദേഹം പറഞ്ഞപ്പോൾ പൂർണ്ണ ബോധ്യതയിൽ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണമായ ചിന്തയോടെ എന്ത് ചെയ്യണം? നിങ്ങൾ തൃപ്തിപ്പെടണം. അത് പറഞ്ഞത് ഇതെല്ലാ രീതിയിലുമുള്ള പൂർണ്ണതയിൽ തൃപ്തിപ്പെടാൻ പറഞ്ഞത് ഭാര്യയെ സംബന്ധിച്ചാണ്. നമുക്ക് പറ്റുമോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. എല്ലാം ശരിയാണ്, തൃപ്തിപ്പെട്ടു എന്നൊക്കെ അവിടെ സദസ്സിൽ വെച്ച് പറയുക, ആളുകൾ കേട്ടു, രണ്ട് സാക്ഷി രണ്ട് സ്ഥലത്ത് ഒപ്പിടുകയും ചെയ്യും. ഒന്നുമില്ല, എന്ത് തൃപ്തി? ശരി, അങ്ങനെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. മുസ്ലിം ലോകം അവരൊരൊറ്റ ഉമ്മത്താണ്. അപ്പൊ മനുഷ്യവംശത്തെ ഒരൊറ്റ സമൂഹമായി സൃഷ്ടിക്കുന്നതിന് വേണ്ട അടിത്തറയാണ് ഖുർആൻ പ്രഖ്യാപിച്ചത് എന്ന് സാരം. ഒറ്റ സമൂഹം, അതിൽ വിവേചനമൊന്നുമില്ല, ഭാഷയുടെ പേരിലുമില്ല. 1,40,000 അസ്ഹാബിമാർ. അങ്ങനെയാണ് ഖലീലുർ റഹ്മാൻ, സഫിയുർ റഹ്മാൻ മുബാറക് പൂരിയുടെ മുഹമ്മദ് നബി ജീവചരിത്ര സംഗ്രഹം എന്ന മലയാള പുസ്തകം, അല്ലെങ്കിൽ അർ റഹീഖുൽ മഖ്തൂം എന്ന അറബി ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയപ്പോൾ ഇത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറഫ മൈതാനിയിൽ. അപ്പൊ അവരെ കാണത്തക്ക വിധത്തിൽ നബി എഴുന്നേറ്റ് എന്നിട്ട് അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിൽ പറഞ്ഞ ഓരോന്നും ആവർത്തിക്കുക പിന്നെ ചെയ്തത്. അറഫയിൽ അവരിങ്ങനെ ശാന്തമായി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു, അതേ പ്രസംഗം വീണ്ടും ആവർത്തിച്ചു മുസ്ദലിഫയിൽ. മൂന്നാമത് മിനയിൽ 4 ദിവസം താമസിച്ചു. ആ 4 ദിവസം അത് ആവർത്തിച്ചു. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലായോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല ലാ ഫളില ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ,
വലാലി അസ്വദ അലാ അബിയല്ല വലാലി അബിയല്ല അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വല്ലാഹ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആനാണ് അതിന്റെ അടിസ്ഥാനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ആയത്താണ്, ഞാനിത് പൂർണ്ണമായി പറയണ്ട. കറുത്ത ഒരാൾക്ക് വെളുത്തവനെക്കാളും വെളുത്ത ഒരാൾക്ക് കറുത്തവനെക്കാളും അറബ് വംശജരല്ലാത്തവരെക്കാളും അവർക്ക് ഇവരെക്കാളും പ്രത്യേക സവിശേഷതയൊന്നുമില്ല. മനുഷ്യവംശത്തിൽ സവിശേഷത മനസ്സിലാക്കുന്നത് നല്ല ജീവിതത്തിന്റെ ഉടമകൾക്കാണ്. ആർക്കും നന്നാകാം, ആർക്കും മനുഷ്യകുലത്തിൽ ഉന്നത സ്ഥായിയായി മാറാം, പ്രശംസിക്കപ്പെടുന്നവനാകാം, അംഗീകരിക്കപ്പെടുന്നവനാകാം. ഇല്ലാ ബിത്തഖ്വല്ലാഹ്. എന്നിട്ട് ഒരു വാക്കുകൂടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ ആയത്താണ് അതിന്റെ ബേസ്. എല്ലാ ഹദീസുകളും അങ്ങനെയാണ്. അതിന്റെ അടിയിൽ നാരായ പേരെന്ന് പറയുന്ന ഖുർആനായി. ആളുകൾ ഖുർആൻ വേറെയാണ് ഹദീസ് വേറെയാണെന്ന് പറഞ്ഞു നടക്കും. അത് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വാക്കിന് അടിസ്ഥാന പൊരുളുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യാസവും നിങ്ങൾക്കിടയിലില്ല, തഖ്വ കൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ഇപ്പൊ എല്ലാം തീർന്നല്ലോ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ നഫ്സിൻ വാഹിദ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന ബിക്കും റഖീബാ. സൂറത്തുൻ നിസാഇന്റെ തുടക്കം. അപ്പൊ നബി പറഞ്ഞു, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്. ആദം അതിന്റെ മൂല ചേരുവ മണ്ണാവും. ഈ ഭൂതലത്തിലുള്ള ലവണങ്ങളും അയിരുകളും മറ്റു തര പദാർത്ഥങ്ങളും കൂടിച്ചേർന്ന ഇത്ര % വീതം കൂടിച്ചേർന്നതാണ് ഒരു മനുഷ്യൻ. എല്ലാവരും അതാണ്. എല്ലാവരെയും ഒന്ന് അനാലൈസ് ചെയ്താൽ ലോകത്ത് ജനിച്ചു വളരുന്ന മുഴുവൻ മനുഷ്യരുടെയും മൂലകത്തിന്റെ ഘടന ഒന്ന് തന്നെയാണ്, ശതമാനവും ഒന്ന് തന്നെയാണ്. അതിൽ സായിപ്പായതുകൊണ്ട് വെള്ളത്തിന്റെ അംശം ഒരു 80% കിടക്കട്ടെ തീരുമാനിക്കാൻ പറ്റില്ല. അത് സ്വർണവും വെള്ളിയും ഇരുമ്പും ലോകപദാർത്ഥങ്ങളുടെ അംശത്തിൽ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒന്നാണ്. നിങ്ങളുടെ നിറങ്ങൾ മാറിയത് കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടേതുമാണ്, മൂലകങ്ങൾ മാറിയത് കൊണ്ടല്ല. ശരി, മനുഷ്യരങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതൊരുപാട് പറയാനുണ്ടല്ലോ, ഞാൻ അതിന്റെ ഒരു റൂട്ടിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്, നിങ്ങളിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സൂറ അൻഫാൽ, സൂറത്തു തൗബ, ഈ 2 സൂറയിൽ വന്ന ഒരായത്ത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ഔലിയാഉ ബഅ്ദുഹും ഇലാ ബഅദ്. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സ്നേഹിതരാണ്, രക്ഷകരാണ്, മിത്രങ്ങളാണ്, ശ്രദ്ധയുള്ളവരാണ്, ഏറ്റെടുക്കുന്നവരാണ്. വലിയന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് സ്ത്രീ പുരുഷന്മാർ അവരൊന്നാകുന്നു എന്നാണ്. ഈ അടുത്ത കാലത്ത് 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ 20ന്റെ അവസാനം ലോകത്തോട് വിട പറഞ്ഞൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു, കർലാവി മർഹൂം. അദ്ദേഹം വളരെ മനോഹരമായി ഖുർആനിന്റെ ആകത്തുക ഒരു കൂടിയാൽ ഒരു 13-14 ലൈനിൽ ഒരു കവിതയായി എഴുതി, ഒരു നല്ലൊരു കാവ്യം. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇഖ്വത്തുൻ നഹ്നു ബിഹി മുഖ്തലഫൂൻ മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ ലാ തസൽ അൻ ഉൻസുരി ഔ നസബി ഇന്നഹുൽ ഇസ്ലാമു ഉമ്മി വ അബി യാ അഖി ഫിൽ ഹിന്ദി ഔ ഫിൽ മഗ്രിബി യാ അഖി ഫിൽ ഹിന്ദി ഔ ഫിൽ മഗ്രിബി മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. ഇങ്ങനെ തുടങ്ങുന്ന കുറേ ഉണ്ട്. ഞാൻ എല്ലാം മനസ്സിൽ വന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കുടുംബവും ഗോത്രവും ഒന്നും ചോദിക്കണ്ട, വാപ്പയും ഉമ്മയും ഇസ്ലാമാണ് എൻ്റെ. ഇന്ത്യയിലും മൊറോക്കോയിലും ജീവിക്കുന്നവരെ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നമ്മൾക്ക് ഇടയിൽ സാഹോദര്യം കൊണ്ടാണ് ഇസ്ലാം
പരസ്പരം ബന്ധിപ്പിച്ചത്. സൂറത്ത് അൻഫാലിൽ വേറൊരു വാക്ക് പറഞ്ഞു. അതിൽ പറഞ്ഞപ്പോൾ അല്ലദീന കഫറു ഔലിയാഉ ബഅ്ദുഹും ബിലാ ബഅ്ദിൻ ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. അതാണ് ഇന്ന് അനുഭവിക്കുന്നത്. ലോക മുസ്ലിമുകൾക്ക് വളരെ ജിജ്ഞാസയോടുകൂടി അനുഭവിക്കുന്ന ഒരു സാധ്യത അതാണ്. അവിടെ ഖുർആൻ പറഞ്ഞു എല്ലാ വിശ്വാസികളും അവർ പരസ്പരം സഹായികളും മിത്രങ്ങളുമാണ്. അവരൊരു സന്നിഗ്ധ ആവശ്യങ്ങൾ വരുമ്പോൾ അവരൊന്നായിട്ട് മാറും. നിങ്ങൾ അങ്ങനെ ഒന്നിക്കുന്നില്ലെങ്കിൽ ഇല്ലാ തഫഅലൂഹു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലേ? ഇങ്ങനെ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നത് റമദാൻ 4-നാണ്. ഖത്തറിനെ ഒഴിവാക്കിയ സൗദി. അപ്പൊ അതിന്റെ കൂടെ നിന്ന് എല്ലാവരോടും കൂടി ഒറ്റക്കെട്ടായി, അവരോ ഏറെയായി. ഇതിപ്പോ നമ്മൾ സാക്ഷ്യം വഹിച്ചതല്ലേ? റമദാനിലാണ് കേട്ടോ, ലൈലത്തുൽ ഖദർ വരാൻ വേണ്ടിയാണ് ഈ ചെയ്തതൊക്കെ കേട്ടോ. ശരി, ഞാൻ ആ വാക്ക് വിടുന്നു. അപ്പോൾ ഖുർആൻ പറഞ്ഞത് ഇല്ലാ തഫഅലൂഹു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിലോ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർള്, ഭൂമിയിൽ മഹാകുഴപ്പമായിരിക്കും. ഭൂമിയിൽ ഏറ്റവും വലിയ കുഴപ്പമാണത്. ഖുർആനില് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടല്ലോ, വൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ. ഒരു നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ എത്രയോ ഭയാനകമാണ് ഫിത്ന, കുഴപ്പം. കുഴപ്പമുണ്ടാകുക എന്നതാണ് ഏറ്റവും വലുത്. യുദ്ധം എന്ന് പറഞ്ഞാൽ 1-2 ഇപ്പൊ 8 മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ തീരുമായിരിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധം. എന്നാലും ഉക്രൈനിലെ തീരൂല, കാരണം അത് റഷ്യയാണ് ഒരു ഭാഗത്ത്. അതോടെ ചേർത്ത് പഠിക്കണം നമ്മൾ. അതുപോലെ ഖുർആൻ പറഞ്ഞപ്പോൾ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർള്, ഭൂതലത്തിൽ നിങ്ങൾക്ക് നാശം, വഫസാദുൻ കബീർ, വമ്പിച്ച കുഴപ്പങ്ങളും. എപ്പോഴാ? നിങ്ങൾക്കൊന്നാകാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഇതിപ്പോ ആർക്കാ മനസ്സിലാകാത്തത്? ഇത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവും, പ്രായോഗികമല്ല. കിടക്കാൻ നേരത്തെ എല്ലാവരും പറയും കാലു ആമന റസൂലാണ് ഈ പറയണേ, സമീഅന വഅതഅന ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, നീ പറഞ്ഞത് ഞങ്ങൾ കേൾക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞതേ വഅതഅന, ഞങ്ങളത് ജീവിതത്തിൽ നിറവേറ്റുന്നു, അനുസരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഗുഫ്റാനക റബ്ബന, ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങളുടെ നാഥ. വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് മടങ്ങി വരും ഞങ്ങൾ. ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഈ പ്രയാസമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ കൊല്ലവും ലൈലത്തുൽ ഖദർ കിട്ടുമായിരുന്നു. അതെന്താ അറിയിക്കപ്പെടുന്നതിന് എന്തുമാത്രം തടസ്സം ഉണ്ടാകാൻ എന്താ കാരണം? 2 ആള് തല്ലുപിടിച്ചു. നമ്മൾ റമദാൻ 1 തുടങ്ങി തല്ലുപിടുത്താണ്. അത് അത്ര വലിയ കാര്യമുള്ളൂ. വളരെ ലളിതമായിട്ടാണ് ഇത് മനസ്സിലാവുക. അപ്പൊ നബി പറഞ്ഞൊരു വാക്കിൽ വലിയ ഭയം നിലനിൽക്കുന്നുണ്ട്. റുഫിയത്ത് അന്നി എന്നാണ്, എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? കാലാകാലം എന്നേക്കുമായി അത് ഉയർത്തപ്പെട്ടു എന്നല്ലേ അർത്ഥം. ലാഹിരി മദ്ഹബും മുഅ്തസിലികളൊക്കെ അഭിപ്രായക്കാരാണ്. ഇമാം ഷൗക്കാനി അലൈഹി റഹ്മ അതൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പൊ തഅയീനാണ് ഉയർത്തപ്പെട്ടത് എന്നതാണ് അഹ്ലുസുന്നയുടെ അഭിപ്രായവും അറിവും. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദർ. അപ്പൊ മുസ്ലിം ഉമ്മത്ത് ഒറ്റ കെട്ടായി ഒരുമിച്ച് ഒന്നായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ലോകത്തിന് മാതൃകയായി. എന്താ കാരണം? കുന്തും ഖൈറ ഉമ്മത്ത്, നിങ്ങൾ അഭിവൃദ്ധിയുള്ള ഒരു സമൂഹമാണ്. ഖൈറാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളെപ്പോഴും ഒരു പ്രത്യേകത ലോകത്തിനാണ്. സർവ മനുഷ്യ വംശത്തിനും നിങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ ജീവിക്കുന്നതും ലോകത്തിന്റെ ജീവിതവും. പ്രതീക്ഷകൾ നിറയും, കാര്യങ്ങൾ നിറവേറ്റപ്പെടും. അതാണ് ഖൈറ ഉമ്മത്ത്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി അലൈഹി റഹ്മാൻ എന്താണ് ഖൈർ എന്ന് വിവരിക്കുന്നത്. അത് വർധനവാണ്, അത് സാധു എന്നാണ്.
നമ്മുടെ വർധനവ് എന്ന് പറഞ്ഞാൽ സയ്യിദ് അബുൽ ഹസൻ അലി ഹസൻ നദിവി എഴുതിയ അതിബൃഹത്തായ ഒരു പുസ്തകം 10-40 ഭാഷയിലേക്ക് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഉറുദുവിലാണ് എഴുതിയത്, അറബിയിലാണ് എഴുതിയത് ആദ്യം. പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷയായി ലോക ഭാഷകളിലൊക്കെ ഉണ്ടെന്നത്. മാതാ ഹസിറൽ ആലം, ലോകത്തിന് എന്താ നഷ്ടം, ലോക ജനതയ്ക്ക് എന്താ നഷ്ടം, മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ അതപ്പതിച്ചത് കൊണ്ട് എന്ത് നഷ്ടം ലോകത്തിന് വരും എന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം അത് വിവരിക്കുകയാണ് ആ പുസ്തകം. മുസ്ലിമുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരുടെ ഈ അഭിവൃദ്ധകരമായ ജീവിതത്തിന് കോട്ടം സംഭവിച്ചാൽ എപ്പോഴും നഷ്ടം വരുന്നത് ലോകത്തിനാണ്. അത് US ആയിരുന്നാലും ജപ്പാനായിരുന്നാലും ജർമ്മനി ആയിരുന്നാലും ഇറ്റലി ആയിരുന്നാലും അങ്ങനെയാണ്. ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ തളർച്ച വഴി ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം ലോകത്ത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ ഒന്നായി തീരണമല്ലോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമുക്കൊക്കെ തോന്നും നമ്മൾ മാത്രം ശരിയാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മറ്റുള്ളവർ ശരിയല്ല എന്ന് പറയണ്ടേ. അങ്ങനെയാണല്ലോ സാധാരണ നിലയിൽ. ഇസ്ലാമില് അവനൊക്കെ നരകത്തിൽ പോകും, അവൻ കാഫറാണ്, ലാലിലാണ്, മുള്ളിലാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറയുന്നത് ഒരു വലിയ ശൈലിയാണ് ഒരു കാലഘട്ടത്തില്. ഇന്നും അതെ. അപ്പൊ അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അലൈഹി റഹ്മയുടെ മരണാസന്ന സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്. മരണാസന്ന സമയത്ത് പറയുന്നൊരു വാക്കാണ്, വളരെ വലുതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും കാഫിറാക്കിയിട്ടില്ല. എല്ലാവരും മുസ്ലിമീങ്ങളാണെങ്കിൽ പിന്നെ അകൽച്ച വേണ്ടല്ലോ. കാഫിറായാൽ എന്താവും? അതിൻ്റെതായ അകൽച്ച വരും. ഇപ്പം മരണം, ജനനം, രോഗം, വേദന, പട്ടിണി, കഷ്ടപ്പാട്, ആക്സിഡന്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യൻ മാത്രമേ അവിടെയുള്ളൂ. മതമില്ല, ജാതിയില്ല, പാർട്ടിയില്ല, കക്ഷിയില്ല, മുസ്ലിമും ഇല്ല, കാഫറും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഇതൊരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരോടൊപ്പമാണ് മനുഷ്യർ നിലനിൽക്കേണ്ടത്. ഈ ഒരു ജീവിത രീതി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമുകൾ എന്നർത്ഥം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിമുകൾ ലോകത്ത് മാതൃകയുള്ളവരാണ്. കുന്തും ഖൈറ ഉമ്മത്ത്. എന്താ നിങ്ങളുടെ ഈ പ്രത്യേകത? ഉഖരിജത്തിൽ ഇന്നാസ്, മനുഷ്യ വംശത്തിന് വേണ്ടിയാ നിങ്ങളെ അല്ലാഹു ഭൂതലത്തിൽ നിലനിർത്തുന്നത്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ധർമ്മം പറയും. വതൻഹൗന അനിൽ മുൻകർ, അധർമ്മം തടയും. ഒപ്പം നിങ്ങൾ ഖൈറായ നന്മകളിൽ വ്യാപൃതരാകും. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ ഉത്കൃഷ്ടമായ ഒരു ഉമ്മത്താക്കി, മുസ്ലിം ഉമ്മത്തിനെ പറയണേ. ലി തകൂനു ശുഹദാ അലന്നാസ്, മനുഷ്യ വംശത്തിന് നിങ്ങൾ സാക്ഷികളായി ജീവിക്കും. അപ്പോൾ നിങ്ങൾ ആരെയാണ് സാക്ഷിയാക്കുക? വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഇതാണ് എത്ര ലളിതമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും ചേർന്ന് അള്ളാഹുവിന്റെ കിതാബുൻ മംദൂദുൻ മിനസ്സമാ എന്നാണ് ഖുർആനെ കുറിച്ച് ഉസൂലിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞ ലഫ്ള്. ആകാശ ലോകത്ത് നിന്ന് നീട്ടിയിടപ്പെട്ട ഒരു ഗ്രന്ഥം. എല്ലാ ലോകത്തും എല്ലായ്പ്പോഴും ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ചത് പിടിക്കാം. അത് നിങ്ങൾ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. അങ്ങനെ ഒരുപാട്. അത് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 10-200 ഹദീസെങ്കിലും ഇപ്പം മനഃപ്പാടം എനിക്ക് പറയാൻ കഴിയും ആ വിഷയത്തിൽ. 200 അല്ല, അതിൽ കൂടുതലുണ്ട് നബിയുടെ വചനങ്ങൾ. അത്ര പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ പരസ്പരം കാണുന്നവരും അറിയുന്നവരും മിണ്ടുന്നവരും സൗഹൃദമുള്ളവരുമായിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു ദിവസം കഴിയുമോ? നമ്മൾ പലരെയും കാണുമ്പോൾ താഴോട്ട് നോക്കും, ചിരിച്ചാൽ ചിരിക്കൂല, മിണ്ടിയാൽ മിണ്ടൂല.
അങ്ങനെയല്ലേ ഉള്ളത്? എല്ലാ സ്ഥലത്തും അതെ. പള്ളികളോ എല്ലാം ഓരോരുത്തർക്കല്ലേ. ഇതിപ്പോ മസ്ജിദുൽ ഇസ്ലാം എന്ന് പേരിട്ട് പടച്ചോ കാത്തു, എല്ലാവർക്കും വരാല്ലോ ഇപ്പൊ ഇവിടെ. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാത്തതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ എന്താ വിമ്മിഷ്ടവും വിഷമവും പ്രയാസവും, പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? അന്നാ യുസ്തജാബു ഹാദിഹി ദുആ, എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുക എന്നാണ് നബി ചോദിച്ചൊരു ചോദ്യം. ഉള്ളിന്റെ ഉള്ളിൽ ഓരോ സഫിൽ നിൽക്കുമ്പോഴും മുമ്പിൽ നിൽക്കുന്ന ആളെ കാണുമ്പോൾ ഇങ്ങനെ തിളച്ചു മറിയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ വളരെ ഹൃദയശൂന്യതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അങ്ങനെ ഒരുപാട് ആയത്തുകൾ, എത്രയെത്ര നിർദ്ദേശങ്ങളും കൽപ്പനകളും. ഒരു അംഗീകാരം ഉണ്ടായാൽ മതി മുസ്ലിംകൾ പരസ്പരം. അങ്ങനെ ഒരു സൗഹൃദ വലയം വർദ്ധിച്ചു വന്നാൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. ഈ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയെ പിന്തുടരണം. നമ്മൾ അത്തഹിയ്യാത്തിൽ ആർക്ക് വേണ്ടി അത് ദുആ ചെയ്യണത്? നബിക്കല്ലേ. പക്ഷേ അപ്പൊ നമ്മളതിനൊരു മോഡൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രവാചകർ പറയണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. നബിക്ക് വേണ്ടി പറഞ്ഞപ്പോഴാണ് പറയണേ. ഇതിനേറ്റവും ലോകത്ത് മകുടോദാഹരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവുമാണ്. അവർക്ക് നീ ചെയ്ത അനുഗ്രഹമില്ലേ, അതുപോലെ ഞങ്ങൾക്ക് ചെയ്യണം. ബർക്കത്ത് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിന്തുടരണം. നബിയോട് അല്ലാഹു കൽപ്പിച്ചതാണ്. ഇതിലൊന്നും തർക്കമില്ല, ആർക്കും തർക്കമില്ലാത്ത ഞാൻ പറയണം. കാരണം വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. റമദാൻ മാസം വന്നാൽ ചൊറിച്ചിൽ കൂടും. വരട്ടിയൊറിയേക്കാൾ വലിയ ചൊറിച്ചിലാണ്. ഫിത്തിനയുടെ മസാല അല്ലാണ്ട് വല്ലതും കേരളത്തിലുണ്ടോ? എവിടെ വന്നാലും ഏത് ക്ലാസ്സിൽ ചെന്നാലും ഫിത്തിന തന്നെ, വേറെ ബന്ധമുള്ള. അപ്പൊ അത് ഞാൻ വിട്ടുകളയാണ്. ഇബ്രാഹിം നബിയെ പിന്തുടരണം. തർക്കമൊന്നുമില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിനെ സമാധാനമുള്ള നാടാക്കണം, നിർഭയമുള്ള നാടാക്കണം. അപ്പൊ സ്വസ്ഥത ലഭിക്കും, എല്ലാവർക്കും ജീവിക്കാം. ഇപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ഏപ്രിലിൽ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷന്റെ ഏറ്റവും വലിയ തീർപ്പ് അതിന് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എല്ലാവർക്കും പൊള്ളും. അത് മുൻപ് ഭരിച്ച 19 കൊല്ലം ഭരിച്ച ആളുകൾ കുറേശ്ശെ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ വന്ന ആൾക്കാർ കൂട്ടത്തോടെ ഹോൾസെയിലായിട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. എല്ലാ കക്ഷിയും ഇവിടെ ഒന്നാണ്. നാട്ടിലെ അരാജകത്വം ഉണ്ടാക്കണം, മതകീയമായി മനുഷ്യരെ അകത്തണം, അവരെ ഏറ്റുമുട്ടിക്കണം. അപ്പൊ നമുക്ക് സുഖമാണല്ലോ, ശക്തി ഉണ്ടാവില്ല. അതാണുള്ള വിഷയം. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിർഭയമാകണം. നിർഭയമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാം, ആർക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് പറഞ്ഞു പോകുമ്പോൾ 40 മിനിറ്റായി, നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, സൻആ യമനിലെ ഒരു ഗ്രാമപ്രദേശം, ഹളറമൗത്ത് മദീനയാണ്. അവിടുന്ന് ഒരു യുവതിക്ക്, ഒരു പെൺകുട്ടിക്ക്, അതിലെ വാക്കതാണ് വലുത്, വന്യമൃഗങ്ങളെ അല്ലാതെ, അവളുടെ രക്ഷകനായ ദൈവത്തെയും അല്ലാതെ, അള്ളാഹുവിനെയും അല്ലാതെ ഭയപ്പെടാതെ നിർഭയം ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവുന്ന ഒരു കാലം വരും. അതാണ് നിർഭയത്വം. അതിന് സാക്ഷ്യം വഹിച്ചയാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അത്ര പറഞ്ഞ മുസ്ലിം സമൂഹം പെണ്ണിനൊറ്റയ്ക്ക് ഹജ്ജിന് പോകാവുന്ന തർക്കം മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞത്? ഞാൻ ആരെ പഠിപ്പിക്കാനായത്? ഹജ്ജിനെ കഅബയിലേക്ക് പോകാവുന്ന ഹറാമാണെന്ന് പറയണമെങ്കിൽ ചെറിയ തുരിക്കട്ടിയൊന്നും പോരല്ലോ, വിട്ടുകളയുക എന്നത്. അത്ര നിർഭയത്വം നമ്മുടെ നാട്ടിൽ ഏത് രാജ്യത്താണ് നിർഭയത്വമുള്ള? മുസ്ലിമുകൾക്ക് നിർഭയത്വം ഇല്ലാത്ത ഒരുപാട് പ്രദേശം ഇന്ത്യ രാജ്യം, സിഖുകാർക്കില്ലാത്ത പ്രദേശം, ക്രൈസ്തവർക്കില്ലാത്ത, ആദിവാസികൾക്കില്ലാത്ത പ്രദേശം.
ആദിവാസികൾ അവർ ജീവിക്കുന്ന തന്നെ വനത്തിലാണ്. അതിന്റെ വനത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഗേറ്റ് ഇത് വച്ചേക്കാം, ബോർഡ്. അനധികൃതമായി കയറുന്നവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അവര് അതിന്റെ ഉള്ളിലാണ് താമസിക്കണം. അവര് അത് പിന്നെ കുറ്റാണെന്ന് പറയുന്ന ഒരു ഭരണകൂടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. എന്ത് നിർഭയത്വം നമ്മുടെ നാട്ടിലുള്ള. അതിങ്ങനെ കൂടിക്കൂടി വരുന്നു, അക്രമവാസന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബിയുടെ ദുആ വലുതാണ്. ഇനി നിങ്ങൾ ഒരു 2-3 ദിവസം റമദാനിലുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: നമ്മുടെ നാട് സ്വസ്ഥവും സമാധാനവും, മനുഷ്യൻ മാനുഷിക പാരസ്പര്യതകൾ അംഗീകരിക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ജീവിത ശൈലി പിന്തുടരാൻ കഴിയുന്ന ഒരു ഇടമായി പടച്ചവനെ ഈ നാടിനെ മാറ്റണമെന്നാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായാലും വേണ്ടില്ല. അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാം. അപ്പൊ അതിൽ ഒരുപാട് കൂട്ടായ്മകൾ വരും, ഒക്കെ ഹൈറാണ്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ റമദാൻ അതിൻ്റെ ഏറ്റവും പവിത്രമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.